ഹലോ ഹായ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോക്കുള്ളതായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ സ്കൈ ഡൈവും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സ്കൈ ഡൈവിന് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വമ്പൻ വെടിക്കെട്ട് പരിപാടിയാണ് വരുന്നത്. നമ്മൾ സ്കൈ ഡൈവിന് വീഡിയോ ഇട്ട് ഞാൻ ഈ വീഡിയോയിലും പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല. ഇതൊരു വമ്പൻ വെടിക്കെട്ട് പരിപാടി കൊണ്ടാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. ഒരിക്കലും എനിക്ക് മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണെന്ന് പറയാം. പിന്നെ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, നമ്മൾ ആരും അന്യൻ്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം വെറുതെ വന്നിട്ട് ചാനലിൽ വീഡിയോ വന്നിട്ട് കണ്ടിട്ട് പോകാൻ പാടില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ നിൽക്കരുത്. ആദ്യം തന്നെ പറയണം. അപ്പോൾ ഏതായാലും ഞാൻ ബാക്ക് ടു ഹോം പോവാണ്. ദുബായിൽ നിന്നാണ് ഫ്ലൈറ്റ്. ദുബായ് ടെർമിനൽ 3 നിന്നാണ്. ഒരു വമ്പൻ പരിപാടി എനിക്ക് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. ലഗേജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിക്കിൽ ഇരിക്കുന്നുണ്ട്. സോ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട്. എനിവേ എയർപോർട്ടിലെ മറ്റു വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താണ് സർപ്രൈസ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി 10-40 ദിവസത്തിന് ഇനിയിപ്പോൾ നമുക്ക് ഈ ദുബായ് റോഡുകളൊന്നും കാണാൻ കഴിയില്ല. നമ്മൾ ബുക്ക് ചെയ്ത ക്യാബ് ലെക്സസ് ഏതോ വണ്ടി, ലെക്സസിൻ്റെ ഏതോ മോഡലാണ്. ഐഡോ ഏതാണ് മോഡലെന്ന് എനിക്കറിയില്ല. ദുബായിയുടെ ട്രാഫിക് എനിക്ക് കിട്ടൂല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമാകുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടാ നമ്മളെ കൊണ്ടുവന്ന മറ്റേ ലിനോ ടാക്സിൻ്റെ ആള് ലെക്സസ് ആയിരുന്നു ആ ഒരു വണ്ടി. ലെക്സസിൻ്റെ ഏതൊരു മോഡൽ വണ്ടിക്കാരാണ്. മുപ്പര് എന്ത് സ്വഭാവം. മുപ്പര് ഒരു പാകിസ്ഥാനിട്ടാ. ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒക്കെ പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു യുദ്ധം ഒരു ഇതിൻ്റെ സെറ്റപ്പിലൊക്കെ നടക്കില്ലേനോ. സോ അവർക്ക് നമ്മോടൊക്കെ വേറൊരു തയ്ക്കാരം. മുപ്പൊരു ജോലിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് വന്ന ക്ലയന്റിന്റെ സർവീസ് എന്താണോ പക്കയായിട്ട് ഡീൽ ചെയ്ത് സംസാരിച്ച് എന്ത് നല്ല മനസ്സിനറിയാം. ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ ആവണ ആൾക്കാരായാലും ജോലിക്കാണ് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനോട് 100% നമ്മൾ എന്ത് ചെയ്യണം, നീതി പുലർത്തണം എന്നല്ലേ. ഏതായാലും ഞാൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാം. ഇടയ്ക്ക് രാത്രിയാണ് ഫ്ലൈറ്റ്, പക്ഷെ 24 മണിക്കൂർ മുന്നേ ചെക്ക് ഇൻ ചെയ്യാം. അതൊക്കെ എൻ്റെ സർപ്രൈസിന്റെ ഭാഗമാണ്. ഓക്കെ, വരാം. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ മാതിരി എത്ര വിശാലമാണ് ദുബായ്. ദുബായ് എന്ന നഗരം ഒരു വലിയ മഹാസമുച്ചയമാണ്. ഏതായാലും നമ്മളെ സർപ്രൈസ് എന്താണെന്നുള്ളത് എൻ്റെ ചെക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. ഞാൻ ആദ്യം കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്? ഞാൻ എയർപോർട്ടിലെത്തി എൻ്റെ ചെക്കിനും കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബോർഡിംഗ് പാസ് ജസ്റ്റ് കാണിച്ചു കൊടുത്ത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറിപ്പോന്നു. സോ അത് ഇത്ര മാത്രമാണ്. എനിക്ക് ലഗേജ് ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നു. ലഗേജ് മുന്നേ ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം പിന്നെ എനിക്ക് ഇവിടെ ദുബായിൽ 1-2 പരിപാടികൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിനൊന്നും വേറെ വഴിയില്ലായിരുന്നു. അപ്പോൾ ഞാനാണ് ചെയ്യാണ് ചെയ്തത്. സോ എന്താണ് നമ്മുടെ സർപ്രൈസ് എന്ന് നിങ്ങൾക്ക് അറിയേണ്ടി വരും. കാരണം ഞാനിപ്പോൾ എന്താണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ കാണിച്ചു തരാം. ഞാൻ നാട്ടിലോട്ട് പോകുന്നത് കണ്ട, ദിസ് ഇസ് മൈ ബോർഡിംഗ് പാസ്. ഇതിൽ മനസ്സിലായ എമിറേറ്റ്സ് ബിസിനസ് ക്ലാസ്. ഐ മീൻ ഫസ്റ്റ് ടൈം ഇൻ എമിറേറ്റ്സ് ബിസിനസ് ക്ലാസ്സും ഇനിയിപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും. ഉദ്ദേശിച്ചതല്ല, ഇനി എപ്പോഴെങ്കിലും കയറാൻ കഴിയുമെന്ന് അറിയില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. സോ ബിസിനസ് ക്ലാസ് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ദുബായിൽ നിന്നും കൊച്ചിയിലോട്ട് പോകുന്നത്. സോ എനിക്ക് ലോഞ്ച് ഉണ്ട്, എമിറേറ്റ്സിൻ്റെ ലോഞ്ച്. പക്ഷെ ഞാൻ അവിടെ പോയിരുന്ന് എനിക്ക് അവിടെ നിന്ന് ചടച്ചിട്ട് ഞാൻ ജസ്റ്റ് ഗേറ്റിൽ വന്നതാണ്. ഇനിയും സമയമുണ്ട് നമുക്ക് ഫ്ലൈറ്റിന്. സോ ഇടയ്ക്കൊക്കെ ലോഞ്ചിലൊക്കെ പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവിടെയൊക്കെ വന്ന് ഒന്ന് കറങ്ങിത്തിരുന്നു. അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇവിടുത്തെ അവസ്ഥ. ഞാൻ കുറച്ച് നേരത്തെ പോകുന്നതാണ്, കാരണം എനിക്ക് ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു വിശേഷം എന്താണെന്നുള്ളത് പറയാനുള്ളത്. എമിറേറ്റ്സ് ബിസിനസ് ക്ലാസ്. ഈ കാണുന്ന അലാക്കിൻ്റെ സാധനത്തിലായിട്ട് നമ്മൾ പോകുന്നത്. ഏതാ മൂഡില്ലേ കാണാൻ തന്നെ. ഈ ഒരു വ്യൂ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ മര്യാദക്ക് കാണാത്ത ലൈറ്റിന് കുറച്ച് കാണുമെന്നറിയില്ല. സാധനം കണ്ട വൈറ്റ് ബോഡി വരുന്ന വലിയൊരു സാധനമാണിത്. നമ്മളെ ബോർഡിങ് ഒരു 10 മിനിറ്റിനുള്ളിൽ തുടങ്ങൂട്ടാ. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിൽ എന്താ കിടക്കുന്നുണ്ട ബോയിങ്ങിൻ്റെ ഏതോ 200 LR എന്ന് പറഞ്ഞുള്ള ഏതൊരു ഫ്ലൈറ്റാണ് ഇരിക്കുന്നത്. ഏതായാലും അടിപൊളിയാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ്.
കണ്ടിട്ടില്ല. ബോർഡിങ് തുടങ്ങി ഫ്ലൈറ്റിലുള്ള റാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പേരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പിന്നാലെ ഓടുക. അത്ര പറയുള്ളൂ കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആഗ്രഹം നടക്കും. Okay, take champagne. Okay. Should we try Sorry. again? Thank you. Enjoy. Okay. നമ്മൾ ഐസിൽ ഷാമ്പെയിൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷാമ്പെയിൻ എന്താ പറയുക? കുഴപ്പമൊന്നുമില്ല വിളിക്കണം. ഇതായിരുന്നു നമ്മൾ വന്ന ഏറ്റവും വലിയ സർപ്രൈസ്. പിന്നേക്ക് മാറ്റി വെക്കാൻ പോയിട്ട് പെട്ടെന്ന് നടത്താൻ പറ്റും. എന്തെങ്കിലും വലിയ നടക്കും. സോ നാട്ടിലേക്ക് പോകാനും പുതിനായിരുന്നു നാട്ടിലേക്ക് റെഡ്സ് ക്ലാസ് എടുത്തു പോന്നു. അതാണ് നമ്മളൊരു വേവ്. നാട്ടിലെത്തി വീട്ടിൽ നിന്ന് കളിയും പെണ്ണുങ്ങളും ഒക്കെ വരും. കൊച്ചി അറൗണ്ട് 2:30 കണ്ടിട്ട് എത്തും. സോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ റൈഡ്സിൻ്റെ വിശേഷങ്ങൾ. ഏതായാലും കുറച്ച് ഫ്ലൈറ്റിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അതിനുശേഷം അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്നത് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ പേര്. സോ കാണാം. ഡിന്നറിനുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ട് ടൈമിൽ നല്ല ഹോട്ട് ടവൽ ഓടുന്നത് ഏതാ ഫീൽ പറയാം. നല്ലൊരു ഭയങ്കര ഹോട്ട് ടവൽ എന്നിട്ട് നിങ്ങൾ കൈയൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് അടിമറത്തിൽ തരുന്നതാണ്. അടിപൊളി. ചൂട് പോലും നമുക്ക് ചെയ്യുന്നത് നല്ലത്. ഇതിൽ കുറച്ച് കമ്മിക്ക് ഉപകാരം ഉണ്ടാവില്ല. ഇവിടുത്തെ മെനു ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട്. മലയാളത്തിൽ വരെ മെനു ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഓരോ സംഭവം കാണിച്ചു തരാം. നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടിക്കണ ഒരു തൽക്കണി ഉണ്ടായിരുന്നു, ഒരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ യൂസ് ചെയ്യാൻ ഹെഡ്സെറ്റ്, കാൽമടാന് മറ്റേ ചെരുപ്പും മറ്റേ ഐ കേട്ടനും അങ്ങനത്തെ സംഭവങ്ങള് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നിട്ടാ. ഏത് എന്തോ ഒരു നാഷണൽ സോഡയാണ്. വെള്ളം ഞാൻ ഇതിനെ കുറിച്ചില്ല. ആവശ്യത്തിന് അവർ കൊടുന്നു തന്നെയാണ്. പിന്നെ ഇതൊക്കെ എന്തൊക്കെയാന്ന് വെച്ചാല്, ഇത് സീറ്റ് സ്ട്രെയിറ്റ് ആക്കാനുള്ളത്, ഇത് കിടത്താനുള്ളത്, പിന്നെ ഇത് ഈ ഇൻഫർടൈൻമെന്റിന്റെ റിമോട്ടാണിത്. അതിൻ്റെ തന്നെയാണ് ഇത് രണ്ടും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട്. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ സ്പീക്കറിന്റെ ഇതിന്റെ പ്ലഗ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഡോക്ക് വരുന്നുണ്ട്, പവറിന്റെ HDMI USB. പിന്നുള്ളത് നമുക്ക് ഇത് കർട്ടന് ഇതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പോ ഇത് ലാൻഡ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ താവുന്നില്ല. ഞാൻ നോക്കി എന്തെങ്കിലും സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാവിക്കാരം മേ ബി. ഇതൊക്കെയാണ് നമ്മളെ ഇതിൻ്റെ ഉള്ളത്തെ അവസ്ഥ. അപ്പോൾ എങ്ങനെയുണ്ട് മനസ്സിലാവില്ല. പിന്നെ നമുക്ക് ബെഡാക്കി കിടന്നുറങ്ങി പുറത്ത് നൽകണമെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങട്ടോ. അത് വേറെ മൂട് പരിപാടി. സോ പുറത്ത് ഫാമിലി ഉണ്ട്, ഇറങ്ങണം. അതൊക്കെ തന്നെയാണ് പരിപാടികൾ. അപ്പോൾ ഏതായാലും അതിൻ്റെ വിഷയങ്ങളൊക്കെ കാണിച്ചു തരാം. സെറ്റപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ സീന പരിപാടി കേട്ടോ. കട്ടൻ പറഞ്ഞാൽ നല്ല തലക്കണയുണ്ട്, നല്ല കിടലം ബ്ലാങ്കറ്റ് ഉണ്ട്, പിന്നെ നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളുള്ള നല്ല ഹെഡ്സെറ്റ് ഉണ്ട്. നമുക്ക് മൂവി കാണുമ്പോൾ യൂസ് ചെയ്യാം.
പിന്നെ എന്താ പറയാ, പിന്നെ നമുക്ക് ഷൂ ഇരിക്കുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഒരു സാധനമുണ്ട്, മറ്റേ റിസോർട്ടിലൊക്കെ പോകുന്നില്ല, അത് ഹൈക്കട്ട് അത് സംഭവങ്ങളൊക്കെ കിട്ടാം. ഇവിടുത്തെ അതൊക്കെയാണ് ഇതിന്റെ നമുക്ക് ഇതുള്ളത്, അതിന് പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ. പിന്നെ നമുക്ക് കുറേ സെറ്റപ്പുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു റീഡിംഗ് ലൈറ്റ് ഉണ്ട്, പിന്നെ ഇത് മറ്റേ നമ്മുടെ സീറ്റ് ബെഡാക്കാനുള്ളതും കാണിച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബെഡ് ആവുന്നത്, ഇങ്ങനെ ഫ്ലാറ്റ് ബെഡായി വരും. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള അതിന് വരും. പിന്നെ ഇത് രണ്ടും നമ്മളെ ടി വിയുടെ ഇൻഫർടൈൻമെന്റ് റിമോട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫുഡ് ട്രേ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഹോൾഡർ, ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, ഒക്കെയാണ് ഇവിടുത്തെ ഒരു ഇത്. പിന്നെ ഇവിടെ ഉള്ളത് നമ്മളെ വിൻഡോ ഷീൽഡ് ആണ്. എയർപോർട്ടിലത്തെ നമ്മളെ സാധാരണ യൂഷ്വൽസായിട്ട് പ്രത്യേകിച്ചും കാണാനൊന്നുമില്ല. ഞാൻ ഏതായാലും പുറത്തെത്തിയിട്ട് അവരും കൂടെ കാണിച്ചിട്ട് ജസ്റ്റ് എന്താ തരാം, അവർ ജസ്റ്റ് കാണിക്കാം, ഉള്ളവർക്ക് അതോടെ തീർക്കും. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ആരും ചോദിക്കരുത്. ഓക്കെ, വരാം. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി സംസാരങ്ങളൊന്നുമില്ല, പരിപാടി എടുത്ത് പെരി പോട്ടെ.